ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. 2 ശിഷ്യന്മാർ തമ്മിൽ അടിപിടി കൂടുന്നത് കണ്ട ഗുരു അവരെ ഒരുവിധം അനുനയിപ്പിച്ച് തിരികെ വീട്ടിലേക്ക് അയച്ചു. പിറ്റേന്ന് ഗുരു വഴക്കിനെക്കുറിച്ച് ഉപദേശിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്നലെ കഴിഞ്ഞ കാര്യത്തെപ്പറ്റി എന്തിനാണ് സംസാരിക്കുന്നതെന്ന് ശിഷ്യർ ചോദിച്ചു. പകരം ഗുരു ഇരുവർക്കും നിറയെ പേസ്റ്റുള്ള ട്യൂബ് നൽകി ആവശ്യമുള്ളത് എടുക്കാൻ പറഞ്ഞു. എടുത്തു കഴിഞ്ഞപ്പോൾ അതേപടി തിരികെ നിറയ്ക്കാൻ പറഞ്ഞു. നോക്കൂ, കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരികെ എടുക്കാനാവില്ല. ശബ്ദം അവസാനിപ്പിച്ചാലും കേട്ടതൊന്നും വിസ്മരിക്കപ്പെടില്ല. ആരും ഒന്നും മറക്കുന്നില്ല. നഖത്തിനുള്ളിലോ രോമകൂപങ്ങളിലോ തൊലിക്കുള്ളിലോ എല്ലാം ഓർമ്മകളും കെട്ടിക്കിടക്കും. മനസ്സിലേൽക്കുന്ന മുറിവുകൾ അത്ര വേഗം ആരും മറക്കില്ല. കാലം മായ്ച്ചാലും വാക്കാലുള്ള മുറിവുകൾ അങ്ങനെ തന്നെ അവശേഷിക്കും. വലിയ മുറിപ്പാടായി. പറഞ്ഞയാൾക്ക് മാനസാന്തരമുണ്ടായാലും കേട്ടയാൾ മറക്കണമെന്ന് വാശി പിടിക്കാനാവില്ലല്ലോ. നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ ഈശ്വര പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്ന വരികളില്ലേ, ദുഷ്ടസംസർഗം വരാതെയായിടണം, ശിഷ്ടരായുള്ളവർ തോഴരായിടണം, നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം, കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം, സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാവണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നല്ല ചിന്തകളോടെ നല്ല വാക്കുകളോടെ ആരെയും മുറിവേൽപ്പിക്കാതെ നമുക്ക് ഈ പ്രഭാത വാർത്തായാത്ര തുടങ്ങാം.